ആഭ്യന്തര കുറ്റവാളി, റൈറ്റർ, ഡയറക്ടർ സേതുനാഥ് പത്മകുമാർ. സ്റ്റാറിംഗ് ആസിഫ് അലി, ഹരിശ്രീ അശോകൻ, സിദ്ധാർത്ഥ് ഭരതൻ, ബാലചന്ദ്രൻ ചുള്ളിക്കാട് എന്നൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്, ജഗദീഷ്, അതുപോലെ തന്നെ പുതിയൊരു കുട്ടിയാണ് ആക്ച്വലി ഹീറോയിനായിട്ട് ചെയ്തത്. എനിക്ക് പുള്ളിക്കാരുടെ പേര് കൃത്യമായിട്ട് അറിയില്ല, ശ്രീജാദാസ് എന്നാണെന്ന് തോന്നുന്നു, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അങ്ങനെ ആസിഫ് അലി എന്ന് പറയുന്ന ആക്ടറിൻ്റെ ആ ഒരു റൈസിങ് ഗ്രാഫിൻ്റെ അകത്ത് വന്നിട്ടുള്ള ലേറ്റസ്റ്റ് ആ ഒരു റൈസിങ് ഗ്രാഫിൽ ആ ഒരു ഇതിന് കണ്ടിന്യൂസ് ആയിട്ട് വന്നിട്ടുള്ള ഒരു സിനിമയാണ് ആക്ച്വലി ആഭ്യന്തര കുറ്റവാളി എന്ന് പറയുന്നത്. ഇതിൻ്റെ ട്രെയിലർ വന്നപ്പോൾ തന്നെ ഈ സിനിമ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ആക്ച്വലി ഇത് എന്താ പറയുക, ഒരു നല്ലൊരു ഫാമിലി സബ്ജക്റ്റ് ആവാം, ചിലപ്പം ഒരു നല്ലൊരു കോർട്ട് റൂം ഡ്രാമ ആവാം എന്നുള്ളൊരു ഫീൽ എനിക്കുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് ആക്ച്വലി സിനിമ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതൊരു മെയിൽ ആംഗിൾ പറയുന്ന ഒരു സിനിമയാണെന്ന് ട്രെയിലറാണ് പറഞ്ഞത്. പക്ഷേ ഞാൻ അപ്പോഴും വിശ്വസിച്ചില്ല. കാരണം വെച്ചാൽ അങ്ങനെ ഒരു സിനിമ വരുമോ എന്ന് എനിക്കൊരു ചെറിയൊരു തോട്ട് ഉണ്ടായിരുന്നു. കാരണം അങ്ങനൊരു മെയിൽ ആംഗിൾ ആസ്പെക്റ്റിലോട്ടൊരു സിനിമ വരുമോ എന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വന്നിട്ട് അങ്ങനെ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. പക്ഷെങ്കിൽ തിയേറ്ററിൽ പോയ സമയത്ത് ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഇതൊരു മെയിൽ ആംഗിളിൽ സംസാരിക്കുന്ന ഒരു സിനിമയാണ്. ആസിഫ് അലി ഒരു കോമൺ മാൻ ക്യാരക്ടർ ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മളെ വളരെ നന്നായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എപ്പോഴും കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ കെട്ടിയോണാളുടെ മാല അതൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു കോമൺ മാൻ റോൾ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ഭയങ്കരമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെയുള്ളൊരു ക്യാരക്ടറാണ് ആക്ച്വലി ആസിഫ് അലി ഇതിൻ്റെ അകത്തും ചെയ്തിട്ടുള്ളത്. കല്യാണം കഴിച്ചിട്ട് ഒരു ഫാമിലി പരിപാടികളൊക്കെ ആയിട്ട് വളരെ നന്നായിട്ട് എന്താ പറയുക, ചെറിയ കോമഡിയും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന ഫസ്റ്റ് ഹാഫും ഒരു കംപ്ലീറ്റ്ലി കോർട്ട് റൂം സെറ്റപ്പും പരിപാടിയൊക്കെ ആയിട്ടുള്ള ഒരു സെക്കൻഡ് ഹാഫ് ആണ് ചെയ്തത്. കംപ്ലീറ്റ്ലി കോർട്ട് റൂം എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി എല്ലാ സിനിമയും കോർട്ട് റൂമിലല്ല, പക്ഷേ സ്റ്റിൽ ഒരു കോർട്ട് റൂം ഡ്രാമയായിട്ട് ആക്ച്വലി സെക്കൻഡ് ഹാഫിലോട്ട് മാറുന്നുണ്ട്. ഇതിൻ്റെ ഫസ്റ്റ് ഹാഫിലേക്ക് വരുന്ന സമയത്ത് വെച്ചാൽ ഞാൻ കുറേ കൂടി വന്നിട്ട് കോമഡി ഇതിനകത്ത് പ്രതീക്ഷയുള്ള സത്യമാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു എക്സ്ട്രീംലി എന്താ പറയുക, ഒരു ഫാമിലിയിൽ ഉണ്ടാകുന്ന ഒരു നർമ്മവും അങ്ങനത്തെ പരിപാടികളൊന്നും വലുതായിട്ടുണ്ടായില്ലെങ്കിൽ കൂടി നമുക്ക് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് വന്നിട്ട് ഇപ്പം ഈ നമ്മുടെ ഒരു കളിയാക്കലും പരിപാടികളും ചെറിയ പൊളിറ്റിക്കൽ ട്രോൾസും കാര്യങ്ങളൊക്കെ ആയിട്ട് ആക്ച്വലി സിനിമ മുമ്പോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഫസ്റ്റ് ഹാഫ് ശരിക്കും പറഞ്ഞാൽ ഒരു പരിധി വരെ നന്നായിട്ട് ബോറടിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. കാരണം വെച്ചാൽ ഭയങ്കര ഇംപ്രസീവ് ആയിട്ടുള്ള സീനുകളോ പരിപാടികളോ ഒന്നും നടന്നില്ല. പ്ലോട്ടിലേക്ക് എത്തുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളും നടന്നില്ല. ആകെ ആസിഫ് അലിയുടെ കല്യാണം കഴിയുന്നു, അതിനുശേഷം സംഭവിക്കുന്ന കാര്യങ്ങളും പിന്നെ എങ്ങനെയാണ് ഇത് സെപ്പറേറ്റഡ് ആവുന്നതിൻ്റെ കാര്യങ്ങൾ വലുതായിട്ട് സംസാരിക്കുന്നുമില്ല ആക്ച്വലി. അതായത് ആകമൊത്തത്തിലൊരു ലൂസായിട്ടുള്ളൊരു ഫസ്റ്റ് ഹാഫ് ആണ് ആക്ച്വലി ആഭ്യന്തര കുറ്റവാളിക്ക് തോന്നിയിട്ടുള്ളത്. സെക്കൻഡ് ഹാഫിലോട്ട് വരുന്ന സമയത്താണ് ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് ക്യാരക്ടേഴ്സ് ഇൻട്രൊഡ്യൂസ് ആവുന്നത്. ഫോർ എക്സാമ്പിൾ സിദ്ധാർത്ഥ് ഭരതനും അതുപോലെ തന്നെ ജഗദീഷും അങ്ങനത്തെയുള്ള ക്യാരക്ടേഴ്സൊക്കെ ആക്ച്വലി സെക്കൻഡ് ഹാഫിലോട്ട് വരുന്ന സമയത്ത് കുറച്ചും കൂടി ആ ഒരു സിനിമയുടെ സ്ക്രീൻ പ്ലേ ടേൺ ചെയ്യുന്ന ഒരു സ്ഥലമായിട്ട് ആക്ച്വലി ഈ ഒരു സെക്കൻഡ് ഹാഫിനെ എനിക്ക് തോന്നി. എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു ബാലൻസ് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്ച്വലി ഇതിൻ്റെ റൈറ്റർ ശ്രമിച്ചിട്ടുള്ള പോലെ തോന്നി. കാരണം കംപ്ലീറ്റ്ലി വന്നിട്ട് നമ്മൾ ഒരു സ്ത്രീ സമൂഹത്തെ കംപ്ലീറ്റ് ആയിട്ട് മോശമാക്കി എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ല, എല്ലാ സ്ഥലത്തും വന്നിട്ട് ഗുഡ് ആൻഡ് ബാഡ് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ട്. ആ ബാഡ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവിനെ മാത്രം കാണിക്കുകയും അറ്റ് ദ സെയിം ടൈം ഇങ്ങനെയും ആൾക്കാർ ഉണ്ട് എന്നുള്ളൊരു പെർസ്പെക്റ്റീവിലേക്ക് കൊണ്ടുവരുവാണ് ചെയ്തിട്ടുള്ളത്. എന്ന് വെച്ച് കംപ്ലീറ്റ്ലി വന്നിട്ടൊരു എന്താ പറയുക, അങ്ങനെയുള്ളൊരു പരിപാടി ചെയ്തതായിട്ടും ഫീൽ ചെയ്തില്ല. സോ ഇതിൻ്റെ ടെക്നിക്കൽ സൈഡിലേക്ക് പോകുന്ന സമയത്ത് വെച്ചാൽ ഇതിൻ്റെ കമ്പോസർ ആക്ച്വലി ബിജിബാലാണ്. ബിജിബാലിൻ്റെ കൂടെ തന്നെ വന്നിട്ട് രാഹുൽ രാജ് ഒറിജിനൽ സ്കോർ ചെയ്തിട്ടുണ്ട്. സിനിമാറ്റോഗ്രാഫർ അജയ് ഡേവിഡ് ആണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ എഡിറ്റർ എന്ന് പറയുന്നത് സോബിൻ കെ സോമനാണ്. എല്ലാം ഞാൻ പറഞ്ഞില്ല, ഈ ഫസ്റ്റ് ഹാഫിലുള്ള പ്രശ്നങ്ങൾ ആക്ച്വലി എഡിറ്റിങ്ങിലുണ്ട്. കാരണം അതായത് ഒന്നും കാര്യമായിട്ട് ഫസ്റ്റ് ഹാഫിലേക്ക് ഇല്ല. കുറച്ചും കൂടി നോൺ ലീനിയർ ആയിട്ട് പോയിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആകുമായിരുന്നു എന്ന് എനിക്കൊരു സംശയമുണ്ട്. പക്ഷേ സ്റ്റിൽ ആ ഒരു എഡിറ്റിംഗ് പാറ്റേൺ ആ ഫസ്റ്റ് ഹാഫ് ഭയങ്കര ഫ്ലാറ്റ് ആക്കുന്ന പോലെ ഫീൽ ചെയ്തിരുന്നു. അത് അഗൈൻ ഡയറക്ടറുടെ ഡിസിഷൻ ആയിരിക്കണം. പക്ഷേ സ്റ്റിൽ അത് ആക്ച്വലി ഒരു പ്രേക്ഷകനുള്ള പെർസ്പെക്റ്റീവിൽ അത് കുറച്ചും കൂടി വന്നിട്ട് വേഗമായ പോലെ തോന്നി. സെക്കൻഡ് ഹാഫ് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് തന്നെയാണ് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. സിനിമാറ്റോഗ്രാഫി ഞാൻ പറഞ്ഞല്ലോ, ഒരു ഫാമിലി സബ്ജക്റ്റ് ആയിട്ടുള്ള സിനിമയാണ്. വലിയ ടെക്നിക്കാലിറ്റീസ് ഒന്നും വലുതായിട്ടില്ല, പക്ഷേ സ്റ്റിൽ ഡീസൻ്റ് ആയിട്ടുള്ള സംഭവങ്ങളായിട്ട് തോന്നി. എന്താ പറയുക, നമ്മൾ പറയില്ലേ, ആസിഫ് അലിയുടെ സ്ക്രിപ്റ്റ് സെലക്ഷൻ ഒബ്വിയസ്ലി പുള്ളിക്കാരന് ആ ഒരു കരിയർ ഗ്രാഫ് വളരെ നന്നായിട്ട് അതൊരു മോശം സിനിമ എന്നുള്ള പെർസ്പെക്റ്റീവിലേക്ക് ഇതിനെ കൊണ്ടുപോകാനും പറ്റില്ല. എന്നാൽ ഇതൊരു ഗംഭീര സിനിമയാണെന്ന് വെച്ചാൽ അങ്ങനെയും എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ ഒരു ആവറേജിൽ മേലെ നിൽക്കുന്ന ഒരു സിനിമ എക്സ്പീരിയൻസ് ആയിട്ടാണ് ആക്ച്വലി എനിക്ക് ഈ ആഭ്യന്തര കുറ്റവാളി തോന്നിയിട്ടുള്ളത്. ആസിഫ് അലിയുടെ ഒപ്പം തന്നെ ഹരിശ്രീ അശോകൻ ഒരു ചെറിയ ക്യാരക്ടറായിട്ടുള്ള വളരെ നന്നായിട്ടുള്ളൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ജഗദീഷ് ചെറിയൊരു ക്യാരക്ടർ. പിന്നെ ഇതിൻ്റെ നായിക ഞാൻ പറയുന്നില്ല, അതൊരു
ഒരു ഭയങ്കര മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. അത് ഭയങ്കരമായിട്ട് വന്നിട്ട് അഭിനയത്തിലൂടെ ഫലിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പക്ഷെ ആ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ക്യാരക്ടർ ബൈ റൈറ്റിംഗ് അതിൻ്റെ അകത്തുണ്ട്. ബട്ട് അറ്റ് ദ സെയിം ടൈം വന്നിട്ട് ആ പുള്ളിക്കാരുടെ റോള് വളരെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം ഞാൻ പറഞ്ഞില്ല, ലാസ്റ്റിലോട്ടേക്കൊക്കെ വരുന്ന സമയത്ത് ഇതിൻ്റെ റീസൺ പൊളിയുന്ന സമയത്തൊക്കെ നമുക്ക് ഭയങ്കര ഇംപ്രസീവ് ആയിട്ടുള്ള ഒരു റീസണോ അല്ലെങ്കിൽ എന്ന് വെച്ചാൽ അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു എന്താ പറയുക, ഞാൻ പറഞ്ഞില്ല അങ്ങനത്തെ ഒരു റീസൺ ഒന്നും എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തില്ല. സോ അതുകൊണ്ട് തന്നെയാണ് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഒരു ആവറേജ് പെർസ്പെക്റ്റീവിൽ തന്നെയാണ് ഈ സിനിമ ഉടനീളം പോയിട്ടുള്ളത്. എന്നിരുന്നാലും വന്നിട്ട് ഒരു സിനിമ എന്നുള്ള പെർസ്പെക്റ്റീവ് നോക്കുന്ന സമയത്ത് വൺ ടൈം കാണാൻ പറ്റുന്ന ഒരു സിനിമയായിട്ടാണ് എനിക്ക് ആക്ച്വലി ആഭ്യന്തര കുറ്റവാളി ഫീൽ ചെയ്തിട്ടുള്ളത്. ആസിഫ് അലിയുടെ ആ ഒരു സ്ക്രിപ്റ്റ് സെലക്ഷൻ പറഞ്ഞില്ലേ, അതൊരു ആവറേജ് നിലവാരം എപ്പോഴും പുലർത്തുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അറ്റ് ദ സെയിം ടൈം ഈ ഒരു സൊസൈറ്റി സിറ്റുവേഷൻ്റെ അകത്ത് വന്നിട്ട് ഇങ്ങനൊരു കഥയും ഇങ്ങനൊരു ആംഗിളും ഞാൻ പറഞ്ഞില്ലേ, മേ ബി 1% ആയിരിക്കും, പക്ഷേ ആ 1% ഉണ്ടാവണമല്ലോ ഇവിടെ. സോ അതുകൊണ്ട് ആ ഒരു ആംഗിളിലേക്ക് പറഞ്ഞതും അത് കുറച്ചും കൂടി ധൈര്യമായിട്ട് പറഞ്ഞതും എനിക്ക് പേഴ്സണലി വന്നിട്ട് ഈ സിനിമേൻ്റെ അത് ഇഷ്ടപ്പെട്ടിട്ടുള്ള കാര്യമാണ്. കാരണം എല്ലാത്തും ഉണ്ടല്ലോ, ലൈക്ക് ഈക്വാലിറ്റി മീൻസ് എവറിത്തിങ് അല്ലേ, എല്ലാ കേസിൻ്റെ അകത്തും അത് എല്ലാ പേഴ്സ്പെക്റ്റീവിലും അത് ഉണ്ടാവണം എന്നുള്ള ഒരു തിങ് ഉണ്ടല്ലോ. സോ അതുകൊണ്ട് ആ ഒരു മൈനർ സെറ്റ് ഓഫ് പീപ്പിളിനെ ആണെങ്കിലും അത് എംഫസൈസ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ ഈ സിനിമ വിജയിക്കുന്നുണ്ടെന്ന് തന്നെ തോന്നുന്നത്. സോ ആഭ്യന്തര കുറ്റവാളി നമുക്ക് ഒരു ടൈം കാണാൻ പറ്റുന്ന ഒരു ആവറേജ് സിനിമയായിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. സോ ഡു വാച്ച് ആഭ്യന്തര കുറ്റവാളി ഇൻ യുവർ തിയേറ്റേഴ്സ്.